അങ്ങനെ പലതവണ നമ്മൾ ശ്രമിച്ചിട്ടും അവൾ നമ്മൾക്ക് ഒരു മൈൻഡ് ചെയ്യാൻ കൊടുത്തില്ല. നമ്മളുടെ ലുക്കും സ്റ്റൈലും ഒരു പളഞ്ചനാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നി. നമ്മളെ അത് മാറ്റാൻ കൊടുത്തു. നമ്മളെ ആളൊരു സത്തു പയ്യനായി. ഒരു തവണ കൂടി ശ്രമം നടത്താമെന്ന് കരുതി വന്നപ്പോഴാണ് അണ്ണു നമ്മളെ കണ്ടത്. നമ്മൾക്ക് എന്തിനാണ് പെണ്ണ് പെൺകൊടി? നമ്മൾക്ക് താനും തനിക്ക് നമ്മളും അത് പോരെ. അന്നു നമ്മൾ പ്രദേശത്തല്ലേ, നമ്മൾക്ക് പരമ്പരയൊക്കെ വേണ്ടേ? തൂ കയറി തെളിയിച്ചോർന്ന് സാങ്ദേവ. കുട്ടികൾ വേണ്ടേ? അന്നൂന്ന് കുട്ടികൾ ഉണ്ടാവാൻ കൊടുക്കാൻ ബാറിയില്ല. നമ്മൾ കൂടി ട്രൈ ചെയ്തില്ലെങ്കിൽ മരിക്കുമ്പോൾ നമ്മൾക്ക് കർമ്മ ചെയ്യാൻ ആരുണ്ടാകും? ഞാനുണ്ടാവും. അതിന് താൻ ഉണ്ടായിട്ടുണ്ടേ. അതിനു മുമ്പ് തന്നെ ആരെങ്കിലും തള്ളിക്കൊള്ളില്ല അൽബലാതി. ആരെങ്കിലുമല്ല, നമ്മൾ തന്നെ ഇവനെ തള്ളിക്കൊള്ളും. നമ്മളുടെ സെന്റിമെന്റ്സിനടല്ല അവന്റെ ഒരു മാതിരി കോമഡി. അന്നു നമ്മൾക്ക് അവളെ വേണം. തനിക്ക് ആ പെൺകുട്ടി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പോയി ആ സെക്രട്ടറിയുടെ കാൽ പിടിക്കാം. കാൽ പിടിക്കാനോ? വേണ്ട വേണ്ട. അന്നുന്റെ അഭിമാനമാണ് നമ്മൾക്ക് വലുത്. അന്നു ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊട്ട് നമ്മൾക്ക് ആ കുട്ടിയോട് ഇഷ്ടമില്ല. നമ്മളെല്ലാം മറക്കാൻ കൊടുത്തു. തന്റെ മനസ്സിന് വേദന കൊടുത്തിട്ട് നമ്മളുടെ അഭിമാനം കാക്കേണ്ട കാര്യമില്ല. നമ്മൾ പോയി അവരുടെ കാൽ പിടിക്കും. വേണ്ട അന്നു. താനാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. തന്റെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ പോയി പിടിക്കും. വേണ്ടെന്നു. നമ്മൾ പോകും. വേണ്ടെന്നു. പോകും. നിർത്ത്. ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടികളെ വേണം, പരമ്പര നിലനിൽക്കണം, സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടവർ, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് നാളായി ഞാൻ നിങ്ങളുടെ ഉപ്പും ചോർന്നും ജീവിക്കുന്നത്. അതിനുള്ള നന്ദി എനിക്ക് കാണിക്കണം. ഈ പറയുന്ന പെൺകുട്ടിയെ ഞാൻ കെട്ടിക്കോളാം. എന്താ ഗോപിയേട്ടാ? പെണ്ണ് കാണാൻ വന്നതാ. എനിക്കറിയായിരുന്നു ഗോപിയേട്ടൻ വരുമെന്ന്. ഞാൻ ഒരുങ്ങിട്ട് വരാം. അയ്യേ, ഇതെന്തൊക്കെ? ഇത് ഫ്രൂട്ട്സ്. മനസ്സിലായില്ല. അല്ല, ഇതിലിപ്പോ ഏത് ഫ്രൂട്ട്സ് ആണ്? എന്താടോ ഇവിടെ? ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നതല്ലേ. ഞങ്ങളോ? ആ, മുതലാളിക്ക് പെണ്ണ് കാണാനേ. ആരെ? എന്നെയോ? നമ്മൾ തന്റെ സഹോദരിയുടെ കല്യാണം ഓർപ്പിക്കാൻ വന്നതാണ്. നമ്മളുടെ അനിയന് വേണ്ടി. ഇതുകൊണ്ട് നമ്മൾ കമ്മത്മാരുടെ ആചാരമല്ല, മര്യാദയുമല്ല. ഒരു കോയമ്പത്തൂർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊക്കെ എടുത്ത് സ്ഥലം വിട്ടണം. അതിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ മോളെ? അമ്മ വിഷമിക്കാൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മളും സെക്രട്ടറി സാറുമായി ചെറുതായിട്ട് ഒന്ന് ഒടുക്കി. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ പലഹാരമായിട്ട് വന്നത്. ദയവ് ചെയ്ത് നമ്മളെ കേൾക്കാൻ കൊടുക്കണം. നമ്മളുടെ അനിയന് അമ്മയുടെ മകൾ രേഖയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് അത് നടത്താൻ കൊടുത്തു. താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറയേണ്ടത് മാഡമല്ല, രേഖയാണ്. നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്കങ്ങ് പാലക്കാട് എത്തണം. ഇവൾക്ക് ഓഫീസിലും. രേഖ, നീ ഓഫീസിൽ പോയി നോക്ക്. ഒന്ന് നിൽക്കാൻ കൊടുക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പക്കാരനല്ല നമ്മളുടെ അനിയൻ. കാണാൻ സുന്ദരൻ, നല്ല തറവാടി, തങ്കപ്പെട്ട സ്വഭാവം. പിന്നെ കാൽ കുടിക്കില്ല, സിഗരറ്റെ വലിക്കില്ല, പൊടി വലിക്കില്ല, കഞ്ചാവ് വലിക്കില്ല. അയാൾ മുറിക്കില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ ഭാഗ്യമാണ് അയാൾ. നിധിയാണ് നിധി. പിന്നെ ആരുടെ അനിയനാണ് അമ്മേ? മോശം വർമ്മോ? നിങ്ങൾ ചേട്ടനും അനിയനും ഒരു ഗുണമുണ്ട്. പരസ്പരം നല്ലതേ പറയൂ. പക്ഷെ അത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണം. നിങ്ങളുടെ അലവലാതിയായ അനിയനെ ഞങ്ങൾക്ക് വേണ്ട.